ഹേ ഗൈസ്, ഇന്ന് എൻവിഡിയയുടെ ഗെയിമേഴ്സ് മീറ്റ് നമ്മുടെ ഗീക്ക് ബോക്സ് ട്രിവാൻഡ്രം ഓഫീസിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നോ 3D MSAയും പവർ ചെയ്തിട്ടുള്ള ഒരു കിടിലം പരിപാടിയായിരുന്നു. കുറച്ച് ആൾക്കാർ നമ്മൾ ഡെഫിനറ്റ്ലി വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തതാണ്. അതായത് 2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഈ ഒരു മീറ്റിൽ നമ്മൾ TXA ഗെയിമിംഗ് അല്ലെങ്കിൽ ബാബു, നമ്മുടെ TVA ബാബു എന്ന് പറയുന്ന ഒരു സ്ട്രീമർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരനായിരുന്നു ഗസ്റ്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളിക്കാരനുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു മൊമെന്റ് കേരളത്തിലെ പല ഗെയിമേഴ്സും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത്. അത് ചെറിയ രീതിയിലായാലും നമുക്ക് തുടക്കം പറ്റിയിട്ടുണ്ട്. 2024 എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഗെയിമേഴ്സ് മീറ്റപ്പ് ആയിരിക്കും. PC ബിൽഡിംഗ് ഷോറിൽ നടത്തുന്ന ഫസ്റ്റ് ഒരു ഇവന്റ് ആണ്. പിന്നെ ഓൾ ഓവർ ഇന്ത്യ, പാൻ ഇന്ത്യയിൽ 6 ഷോസിനെയാണ് എൻവിഡി സെലക്ട് ചെയ്തിരിക്കുന്നത്. വിത്ത് ഗോഡ്സ് ഗ്രേസ് നമ്മൾ 6ൽ ഒരെണ്ണം നമ്മളാണ്. അപ്പൊ ഈ ഒരു ഇവന്റ് നടന്നു. നിങ്ങൾ എങ്ങനെയാണ് ഇവന്റ് നടന്നതെന്നും നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഇവന്റ് ഫുള്ളി കോർഡിനേറ്റ് ചെയ്തതെന്നും ഗെയിം ചാലഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു നോക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നേരെ വീഡിയോയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എറണാകുളത്ത് നിന്ന് നമ്മുടെ ക്യാമറാമാൻ നിവിൻ സോജു ഇതാ പിറകെയുണ്ട്. അപ്പൊ നിവിനാണ് ഇന്നത്തെ മെയിൻ വീഡിയോ എല്ലാം കവർ ചെയ്യുന്നത് കേട്ടോ. ഇന്ന് ആക്ച്വലി എന്താണ് നടക്കുന്നതെന്നൊക്കെ ഞാനും പ്ലാൻഡ് അല്ല. കാരണം ഞാൻ കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങളിൽ തിരക്കായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ എല്ലാം റോഷനാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. റോഷൻ നമ്മുടെ ഫുൾ ടീമും നന്നായിട്ട് തന്നെ ചെയ്തു എന്നാണ് വിശ്വാസം. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി അകത്തോട്ട് കയറിയിട്ട് ബാക്കിയാണ് കേട്ടോ. ഗൈസ്, ഗെയിമേഴ്സ് മീറ്റപ്പ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ലെവലിൽ ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റി ആക്ച്വലി നമ്മുടെ ഓഫീസിലില്ല. നിയർലി ഒരു 290 പേരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം 60 പേർക്ക് താഴെ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്കാണ് സ്ലോട്ട് കിട്ടിയത്. ബാക്കി പലർക്കും കിട്ടാത്ത ഒരു വിഷമമുണ്ട്. അത് ഡെഫിനറ്റ്ലി നമ്മൾ എറണാകുളം മീറ്റപ്പ് നടത്തുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നിങ്ങളുടെ ഒരു വിഷമം മാറ്റി തരും. പിന്നെ ഗിവ് അവൈസ് കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ട് ടൈമിൽ ചെയ്തതാണെങ്കിൽ പോലും എല്ലാവർക്കും ഗെയിമിംഗ് മൗസ് പാഡ്സ്, കീബോർഡ്, ആനിമേ ക്യാരക്ടേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഗിവ് അവേ കൊടുക്കാൻ പറ്റും. വളരെ ഹൈപ്പ് ആയിട്ട് വെച്ചിരുന്നത് ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു, അതും കൊടുത്തു. അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു. നമ്മൾ ഇതേപോലത്തെ പരിപാടികൾ, ഗെയിമേഴ്സ് മീറ്റ് പോലത്തെ പല കമ്മ്യൂണിറ്റി ഇവന്റ്സുകളും നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് അത് എത്താനും ഇങ്ങനൊരു സംഭവം ഒരു കുറെ ഗെയിമേഴ്സ് ഉണ്ട് എന്നുള്ളതും പിന്നെ അവർക്കൊരു ഗെറ്റ് ടുഗദർ ആയിട്ടുള്ള ഒരു കുറച്ച് പരിപാടി നടക്കാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതേപോലത്തെ പരിപാടികൾ ഇനിയും ബ്രാൻഡുകളെ സപ്പോർട്ട് ചെയ്ത് ചെയ്യട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഗൈസ്, ഈ ഒരു വീഡിയോ വളരെ ഷോർട്ട് ടൈം വീഡിയോ ആണ്. കൂടുതൽ കണ്ടന്റ് വീഡിയോസ് ഒക്കെ നമ്മൾ ഫ്യൂച്ചറിൽ വരുന്നുണ്ടാവും. താങ്ക്സ് ടു എൻവിഡിയ ആൻഡ് ഇന്നോ 3D and MSA ഫോർ സപ്പോർട്ടിംഗ് ദിസ് ഇവന്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ദിസ് ഇസ് പ്രശാന്ത് ആവി സൈനിങ് ഓഫ്.